ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്നും അകന്നു പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവരുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, വഴക്കുകൾ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുമല്ലെങ്കിൽ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ള ആ ഒരു ലെവൽ വരെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത്രയ്ക്കും മോശമായ ഒരു അവസ്ഥയിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ ആ ഒരു സമയത്തൊക്കെ നിങ്ങളൊരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്റ്റിലൊക്കെ ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഇങ്ങനെ പുറകെ നടന്ന് നിങ്ങൾ ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് അവരെ ചേസ് ചെയ്ത് നിങ്ങളുടെ സമയം ഇങ്ങനെ ഉപേക്ഷിച്ച് ഇങ്ങനെ നിങ്ങൾ അവരുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നായിരിക്കാം. എന്നെ ഉപേക്ഷിച്ച് പോകരുത്, എന്നെ ഇട്ടിട്ട് പോകരുത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയവും ഉണ്ടായിരുന്നിരിക്കാം. കാരണം അത്രത്തോളം നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ പോലും കളഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു, നിങ്ങൾ ഒത്തിരി എഫേർട്ട് ഇട്ട്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ സഫറിങ്, ആ ഒരു ഇതിന് ശേഷം റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. അതായത് ആ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റിലൊക്കെ പോയി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ നിന്ന് ചിലപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും അപേക്ഷിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പിറകെ നടന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്തതുകൊണ്ട്, നിങ്ങളുടെ ആ ഒരു സമയത്തെ ഒരു പ്രാർത്ഥന ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തുകൊണ്ടാണെങ്കിലും വീണ്ടും ഇവരെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ ആ ഒരു തിരികെ വന്ന ഒരു പേഴ്സൺ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് വീണ്ടും മടങ്ങിപ്പോയിരിക്കുകയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എത്ര ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ എത്രത്തോളം ഒരു എഫേർട്ട് ഇട്ട്, വേദനകൾ സഹിച്ച്, പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ തിരികെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ പോലും കളഞ്ഞിട്ടാണ് നിങ്ങൾ വീണ്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഉണ്ടെങ്കിൽ അത്രയധികം ഒരു കമ്മിറ്റ്മെന്റിലേക്കൊന്നും ആള് രണ്ടാമത് തിരിച്ചു വന്നതിന് ശേഷം പോയിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിച്ചു, നിങ്ങളുടെ കൂടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചു. അതിനൊക്കെ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ കറന്റ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഇതിനകത്ത് നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നതായിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ പേഴ്സണുമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതായത് സെപ്പറേഷനിലേക്ക് പോയിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഇപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല ശരിക്കും ഇവിടെ. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുൻപും ഈ ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും സെപ്പറേഷനിൽ പോയി, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ പോയി, ലെസ് കോണ്ടാക്റ്റിൽ പോയി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാള് ഈ ഒരു സെപ്പറേഷൻ നീണ്ടു നിൽക്കാനായിട്ട് പലപ്പോഴും നിങ്ങൾ സമ്മതിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അങ്ങോട്ടേക്ക് എന്ന് കാല് പിടിച്ച് അപേക്ഷിച്ച് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരോടൊപ്പം പോകാനായിട്ട് നിർബന്ധിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടാകാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് ആ ഒരു സെപ്പറേഷൻ ഒത്തിരി നീണ്ടു പോകാൻ അനുവദിക്കാതെ നിങ്ങളത് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ഗ്യാപ്പ്, ഓരോ പ്രാവശ്യവും സെപ്പറേഷൻ ഉണ്ടാകുമ്പോഴും ചെറിയ ചെറിയ ഗ്യാപ്പിൽ നിങ്ങളത് സോൾവ് ചെയ്ത് വീണ്ടും പേഴ്സണെ കൊണ്ടുവന്നിട്ടുണ്ട് തിരികെ. പക്ഷെ ഇപ്പോൾ വളരെയധികം ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് ഇമോഷണൽ നിങ്ങൾ അത്രത്തോളം കെഞ്ചി പറഞ്ഞിട്ടൊക്കെ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ വീണ്ടും ഇവരെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവരൊന്ന്
വീണ്ടും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു സമയത്ത് ആളില്ല, ഇപ്പോൾ ഇല്ല എന്നാണ് നമുക്ക് കാണുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു മെയിൻ എനർജി ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് അതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വാക്കിന് യാതൊരു വിലയും ഈ വ്യക്തി കൊടുത്തിട്ടുണ്ടാവണം എന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഒരു ഡൗൺ ടു എർത്തായിട്ട് ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ വളരെ താഴ്ന്ന് ചെന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഇവര് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ കേൾക്കാനായിട്ട് ഈ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം. എന്ത് പറഞ്ഞാലാണോ നിങ്ങളെ കൂടുതലായിട്ട് വേദനിപ്പിക്കാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് നിങ്ങൾ വേദനിക്കുക എന്ന് മനസ്സിലാക്കി തന്നെ ആ ഒരു രീതിയിൽ അത്രയും എന്താ പറയുന്നത് നമ്മളെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ വരെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്രയധികം ഒരു വേദന തന്നിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ അകന്ന് മാറിപ്പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അവരെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഓർത്തുകൊണ്ടിരിക്കുന്നു. അവരോട് വളരെയധികം സ്നേഹം ഇപ്പോഴും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും അവരുടെ ഒരു ചിന്ത തന്നെയാണ് നിങ്ങളുടെ മനസ്സിനകത്തുള്ളത്. അവരെ എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചു വരണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാതെ പോയ അല്ലെങ്കിൽ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ച ആ ഒരു പേഴ്സൺ നിങ്ങളോട് അതിന് ക്ഷമ പറയണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് എങ്ങോട്ടാണോ പോയത് അവിടെ അവരുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതായത് അവർ സ്വന്തമായിട്ട് എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തിരി പരിശ്രമങ്ങൾ നടത്തി. അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ നോക്കി പോയിട്ടുള്ള വ്യക്തിയാണ്. ഫ്യൂച്ചറിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ അവരെവിടെയാണോ ആയിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു വെൽ സെറ്റിൽഡ് ആകാനോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഫ്യൂച്ചർ ഓക്കെ ആക്കാനായിട്ട് അവർക്ക് പറ്റും. അപ്പൊ ആ ഒരു ഇത് നോക്കി അവരങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളെ വേണ്ടാമെന്ന് വെച്ച് പോയത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തീർത്തും നിങ്ങളുടെ വാക്കിന് യാതൊരു തരത്തിലുള്ള ഒരു വില, അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ച്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒഴിവായി പോയിക്കോട്ടെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്നൊക്കെ ഉള്ളത് കൊണ്ടാകാം അവർ അത്രത്തോളം ഒരു റൂഡായിട്ടൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പം അവർക്ക് യാതൊരുവിധ താല്പര്യവും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല നിങ്ങളോട്. അപ്പോൾ ഇങ്ങനെ വേദനിപ്പിച്ചാലും പ്രശ്നമില്ല എന്ന രീതിയിൽ വളരെ ഹാർഷായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആണെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു വഴി, അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിച്ച് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി അവർ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരാള് വളരെയധികം മെച്യൂർ ആയിട്ടുള്ള പക്വതയുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ ഏജ് കൊണ്ട് മെച്യൂർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാരക്ടർ വൈസ് ബിഹേവിയർ വൈസ് ഒക്കെ കുറച്ചൊരു പക്വതയായിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കാം. മറ്റൊരാൾ കുറച്ചൊരു പക്വതയില്ലാത്ത ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അത്രയധികം കാര്യങ്ങളൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കാത്ത കുറച്ച് കുട്ടികളെയൊക്കെ പോലത്തെ ഒരു നേച്ചർ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് തമ്മിൽ ഈ ഒരു വ്യത്യാസം, പ്രധാനമായിട്ട് ഒരു ഡിഫറൻസ് തന്നെ ഇവിടെ കാണുന്നുണ്ട് നമുക്ക്. അപ്പോൾ അവര് നിങ്ങളെ ഉപേക്ഷിച്ച് എങ്ങോട്ടാണോ പോയത്, ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്കോ എവിടേക്ക് വേണമെങ്കിലും ആയിക്കോട്ടെ അവർ പോയത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർച്ച നോക്കി പോയിട്ടുണ്ടാകാം. എവിടെയാണ് അവർ പോയിട്ടുള്ളതെങ്കിലും അവിടെ അവർ സർവൈവ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ സ്ഥലമായിക്കോട്ടെ, ആ ഒരു സ്ഥലത്ത് വളരെയധികം സ്ട്രഗിള്, അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇപ്പോഴും അവർ അത് വിട്ടിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതിനടുത്ത് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏത് വിധത്തിലും അവർ വിചാരിച്ച കാര്യം നേടിയെടുക്കണം എന്ന് തന്നെ ആ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവരെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് വേദനിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വളരെയധികം ഹൃദയം തകർന്നു നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു അവസ്ഥ. ഒരു കാര്യവും ഒരു മനസ്സ് വിചാരിച്ച ഒരു കാര്യവും സാധിച്ചിട്ടില്ല. നമ്മളുടെ കയ്യെത്തുന്ന ദൂരത്ത് ഒരു കാര്യം കിട്ടില്ല എന്ന രീതിയിൽ ഇങ്ങനെ വന്നിട്ട് അത് കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ.
ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചാണ് അവർ പോയതെങ്കിലും അത് അവർക്ക് വിചാരിച്ച രീതിയിൽ വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിപ്പോരാ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ അവർ നിൽക്കുന്നത്. എങ്കിലും മാക്സിമം പരിശ്രമിച്ച് നോക്കാം എന്ന രീതിയിൽ അവിടെ പറ്റിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു രീതിയിലാണ് എനർജി കാണുന്നത്. അത്രയും ആ ഒരു ലെവലിലേക്ക് വരെ അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കാര്യങ്ങളെല്ലാം വളരെ കൈവിട്ടു പോയൊരവസ്ഥയിലേക്ക് എത്തിയെങ്കിലും ലാസ്റ്റ് ട്രൈ എന്ന നിലയിൽ ഒന്ന് നിന്ന് നോക്കാം എന്ന രീതിയിൽ അവിടെ പറ്റിപ്പിടിച്ച് ചേർന്ന് നിൽക്കുകയാണ് അവരെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എനർജി, ഈ സെയിം എനർജി ഉള്ള ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവര് എത്രത്തോളം ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനോ മറ്റുള്ളവരുടെ ഇമോഷൻസ് കണ്ടില്ലെന്ന് വെക്കാനോ ഒക്കെ ഒരു തരത്തിലും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉള്ള ഒരു വ്യക്തിയല്ല. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയൊരു റിഗ്രറ്റ് ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അവർക്ക് അത് താൻ ചെയ്തു പോയതൊരു തെറ്റാണ് അല്ലെങ്കിൽ ഒരു കുറ്റമാണ് എന്നൊരു ബോധ്യം ഒരിക്കലും ഇല്ല. കാരണം അവർ വളരെ സെൽഫിഷ് ആണ്, അവരുടെ കാര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവർ നിങ്ങളിൽ നിന്ന് അകന്നു മാറിപ്പോയിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടെങ്കിലും, ചിലർക്ക് കുറച്ചധികം നാളുകളായിട്ടുണ്ടാകാം, ചിലവർക്ക് കുറച്ച് നാളുകളെ ആയിട്ടുണ്ടാവുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ മൊത്തത്തിലൊരു തടസ്സങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരു തടസ്സങ്ങൾ, ഒരു സുഗമമായിട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ വരുന്നു. ഈ പേഴ്സൺ പല കാര്യങ്ങളിലും ഒരു തടസ്സവും ബുദ്ധിമുട്ടും ഒക്കെ വരുന്നു. അവർ വിചാരിച്ചതൊന്നും നേടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആ ഒരു നിരാശ ഇവർക്കുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് കുറച്ചും കൂടി ഒരു, നമ്മൾ പറയുമ്പോൾ ഒരു സ്പിരിച്വൽ അറ്റാച്ച്മെന്റ് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പല രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, തോട്ട്സുകൾ, അവരുടെ ചിന്തകൾ പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ എടുത്തുചാടി ചെയ്തിരുന്ന ആ ഒരു വ്യക്തിയാണ്. ഓരോ കാര്യങ്ങളൊക്കെ അവർക്ക് വേണമെന്ന് പറയുമ്പോൾ അവർ എടുത്തുചാടി കാര്യങ്ങളിലേക്ക് പോകും. കുറച്ചധികം ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉള്ള ഒരു ആയിരുന്നു ഈ ഒരു പേഴ്സൺ. അതൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ആളൊന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, ഭൂമിയിൽ കാല് വെച്ചിട്ടുണ്ട് എന്ന് പറയാം. ഒരു പറന്ന് നിൽക്കുന്ന ടൈപ്പിലായിരുന്നു ഇവരുടെ ഒരു ചിന്തകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇപ്പൊ അവരൊരു ഭൂമിയിലേക്ക് വന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് സാധിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ വിചാരിച്ച് വളരെ ഈസി ആയിട്ട് കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആളുകളുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അവർ മനസ്സിലാക്കിയാണ് ഞാൻ വെറും ഒരു നിസ്സാരനാണ് എന്നുള്ളൊരു കാര്യം അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മനുഷ്യപ്പറ്റ് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിപ്പാണ്, പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. അവര് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ മതി എന്നുള്ള ഒരൊറ്റ ഒരു ആഗ്രഹം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ അവർ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ ഇമോഷൻസ് കണ്ടില്ല, ഇമോഷൻസിന് വാല്യൂ തന്നില്ല, അതിന് അത്ര പ്രാധാന്യമായിട്ടൊന്നും ഇവർ കാണുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാഹചര്യം കൊണ്ട് ചെയ്തു പോയതായിരിക്കാം. ഒരു സമയം ശരിയല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പം ഇവരുടെ ഒരു വരവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റിൽ ഇവർ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അവർ കംപ്ലീറ്റ്ലി ഒരു റെസ്റ്റിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു റീയൂണിയൻ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു കമ്മിറ്റ്മെന്റുമായിട്ട് തിരികെ വരണമെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടാണ് ഉള്ളത്. അല്ലെങ്കിൽ അവർ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അവരത് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗോള് കംപ്ലീറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യത്തിലാണ്. അപ്പൊ ആ ഒരു കാര്യം അവർക്ക് ഇപ്പോഴും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല. അപ്പൊ അതിന്റെ ഒരു നിരാശയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ കൂടുതലായിട്ടും ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി
പറഞ്ഞതുപോലെ വളരെയധികം പല ആംഗിളിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ അവഗണിച്ചു പോകുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിന് വാല്യൂ തരാത്തത് പോലെ അവർക്കിപ്പോൾ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ മറ്റൊരാളുടെ പെയിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറയില്ല. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. അപ്പം അതിനും അപ്പുറത്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവര് വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈഗോ എല്ലാം പതിയെ മാറി വരുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു കംപ്ലീറ്റ്ലി അതിൽ നിന്നൊരു ഈ ഒരു പേഴ്സണ് റിക്കവർ ആകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെൽഫിഷ്നെസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് വളരെ പതിയെ അല്ലെങ്കിൽ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഗ്രാജുവലി ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ആ ഗ്രാജുവലി ഉള്ള ചേഞ്ചസ് ആണ് ഈ ഒരു പേഴ്സൺ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു കാലയളവിൽ അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അതൊക്കെ പഠിക്കാനുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു ഈഗോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെൽഫിഷ്നെസ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള വളരെ ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള അവരുടെ ആ ഒരു വിചാരം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താണ് ലൈഫിൽ എന്താണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർ പുറമേ കാണിക്കണമെന്നില്ല. അല്ലെങ്കിൽ പുറമേ ഇപ്പോഴും ഞാനെല്ലാം നേടി എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവരുള്ളത്. അപ്പോൾ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ആളായിട്ടൊക്കെ കാണിക്കുമെങ്കിലും പല അനുഭവങ്ങളിലൂടെ അവരിപ്പോൾ ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു ജേർണിയിൽ തന്നെയാണ്. നമ്മൾ പറയുന്ന ആ ഒരു സോൾ സെർച്ചിങ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു ജേർണിയിലാണ് നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ നമ്മൾ എന്താ പറയുക, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനൊരു മാറ്റം ഉണ്ടാകാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് വരാനോ ഒന്നും നടക്കുന്ന കാര്യമല്ല, സമയമെടുക്കും. അപ്പോൾ ഇവിടെയും ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് അവരോടൊന്ന് സംസാരിക്കട്ടെ എന്നവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ് അവരിപ്പോഴും ഒരു താല്പര്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അവരോട് മിണ്ടാനായിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ ആ ഒരു എനർജി കണ്ടതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഇപ്പോഴും അവർ കംപ്ലീറ്റ്ലി അവരുടെ ഒരു ഈഗോ ഒന്നും മാറ്റി വെക്കാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഒരു മാറ്റം വന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും നിങ്ങൾ ഒരു മുൻകൈ എടുത്ത് അങ്ങോട്ട് ചെല്ലണം എന്ന് അവർ ചിന്തിക്കുന്നു. അപ്പോൾ പൂർണ്ണമായ മാറ്റം വന്നില്ല, ഇനിയും മാറ്റങ്ങൾ വരാനായിട്ടുണ്ട്. ഇമോഷണലി ഹർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദേഷ്യപ്പെട്ടിട്ട് വേണ്ടാത്ത വാക്കുകളൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അത് ഓരോരുത്തരുടെയും ഒരു സാഹചര്യം അനുസരിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിലയും തരാതെ, നിങ്ങളുടെ ഇമോഷൻസിന് യാതൊരു വാല്യൂയും തരാതെ ഒക്കെയാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അവർ ചെയ്ത തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ അറിയാമെങ്കിൽ പോലും ഇപ്പോഴും അവരത് അംഗീകരിച്ചു തരാനായിട്ട് തയ്യാറല്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ എന്നാണോ ഈ ഒരു പേഴ്സൺ എത്തുന്നത്, ആ ഒരു സമയത്താണ് ഇവർക്ക് പൂർണ്ണമായിട്ടും ഉള്ളൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കണം. ഇനി ക്ഷമ ചോദിക്കേണ്ടതാണെങ്കിലും നമ്മൾ അതിന് ക്ഷമ ചോദിക്കുകയും വേണം. അപ്പോൾ എല്ലാവരും ഏകദേശം ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈഗോസ്റ്റിക് ആയിട്ടൊക്കെ ഉള്ള പേഴ്സൺസ് ആകുമ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം അവർ ചെയ്തു പോയത് തെറ്റാണ് എന്നറിയാമെങ്കിൽ പോലും ഒരു ക്ഷമയൊന്നും ചോദിക്കാനായിട്ട് അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും ആ ഒരു കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് കൂടുതലായിട്ട് ഈഗോയാണോ അതുപോലെ കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എങ്ങനെ നോക്കിയാലും ഫൈനലി
നിങ്ങൾ ആഗ്രഹിച്ചത് എങ്ങനെയാണോ ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ എങ്ങനെയാണോ ഏത് രീതിയിൽ നിങ്ങളിലേക്ക് വരാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തിരികെ ഒരു വെൽക്കം നിങ്ങൾ ചെയ്യുന്നത്, ആ ഒരു രീതിയിലേക്ക് ഇവർ വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പതിയെയുള്ള മാറ്റങ്ങൾ കൊണ്ട് മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് പൂർണ്ണമായും വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്കും നിങ്ങൾക്കും ഇടയിൽ നിൽക്കുന്നത് ആ ഒരു തടസ്സം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു പേഴ്സന്റെ മെന്റൽ ആയിട്ടുള്ള ആ ഒരു തടസ്സങ്ങളാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാമെന്ന് തീരുമാനമെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ചു നിൽക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെയിൻ തടസ്സം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ആ ഒരു മെന്റൽ ബ്ലോക്കേജ് ആണ്, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ ആയിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു അനുഭവങ്ങളിലൂടെ അവർ കുറച്ച് തിരിച്ചടികളൊക്കെ കിട്ടി നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് നിങ്ങളിലേക്ക് തിരികെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഒരു മാറ്റത്തിന്റെ സമയത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു മാറ്റം വരും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടിയിട്ടുള്ളത് 22 എന്ന് പറയുന്നൊരു നമ്പറാണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 639 എന്ന് പറയുന്നൊരു നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ഈസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത്, ടുഡേ, 1994 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത്, നമ്പർ 1, നമ്പർ 26, നമ്പർ 21, nail polish, ഏപ്രിൽ മന്ത്, ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1987, ഫ്ലവേഴ്സ്, നമ്പർ 10, ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1988, ലെറ്റർ F, ലെറ്റർ Z, ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം. നമ്പർ 41 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. ഓക്കെ, നമ്പർ 9, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ S, 1988, നമ്പർ 37, നമ്പർ 13. അതുപോലെ തന്നെ ആക്ടിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് കാണുന്നത്. 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 weeks പോസിബിലിറ്റിയാണ്. ലെറ്റർ X, 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 28 കിട്ടുന്നുണ്ട്. അതുപോലെ റോസ് കളർ കിട്ടുന്നുണ്ട്. നമ്പർ 53, മെസ്സി ആയിട്ടൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. വളരെ കെയറിങ് ആയിട്ടുള്ള പേഴ്സൺ ആകാം. ഗാർഡനിങ് ആണ് നമുക്കിവിടെ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ക്ലൂ. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.